Hi students, ഞാൻ മേരി വിജയ, സെൻറ്റ് മേരീസ് ITC എഞ്ചിനീയറിംഗ് ഡ്രോയിങ് സെക്കൻഡ് ഇയർ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഗിയർ. ഒരു ഷാഫ്റ്റിൽ നിന്നും മറ്റൊരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗിയർ. പ്രധാനമായും 5 ടൈപ്പ് ഗിയേഴ്സ് ആണുള്ളത്. സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, റാക്ക് ആൻഡ് പിനിയൻ, ബെവൽ ഗിയർ, വോം ആൻഡ് വോം ഗിയർ. ഇതിൽ ആദ്യത്തെ 3 സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, റാക്ക് ആൻഡ് പിനിയൻ, ഈ 3 ഗിയേഴ്സിൻ്റെ കോമൺ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഷാഫ്റ്റുകൾ പാരലായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. 4ാമത്തെ ടൈപ്പാണ് ബെവൽ ഗിയർ. ഇവരുടെ ഷാഫ്റ്റുകൾ ഇൻ്റർസെക്റ്റിംഗ് ടൈപ്പാണ്, അതായത് കൂട്ടിമുട്ടുന്ന ടൈപ്പാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ആംഗിളിലായിരിക്കും ഈ 2 ഷാഫ്റ്റുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി ലാസ്റ്റ് വണ്ണാണ് വോം ആൻഡ് വോം ഗിയർ. ഇവരുടെ ഷാഫ്റ്റ് നോൺ ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് നോൺ പാരലൽ എന്ന രീതിയിലായിരിക്കും, അതായത് കൂട്ടിമുട്ടാത്ത, പാരലൽ അല്ലാത്ത ടൈപ്പ് ഷാഫ്റ്റുകളായിരിക്കും. ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കാം. സ്പർ ഗിയർ നമ്മൾ നേരത്തെ പറഞ്ഞു, 2 ഷാഫ്റ്റുകൾ പാരലായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗിയറാണ് സ്പർ ഗിയർ. സ്പർ ഗിയറിൻ്റെ ടീത്ത് എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിരിക്കും, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടീത്തുകൾ ആയിരിക്കും. ലെയ്ത്ത് മെഷീനിൽ നമുക്ക് സ്പർ ഗിയർ കാണാവുന്നതാണ്. അടുത്തതാണ് ഹെലിക്കൽ ഗിയർ. ഹെലിക്കൽ ഗിയറിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാഫ്റ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാരലായിരിക്കും. ഇവരുടെ ടീത്തുകൾ എന്ന് പറയുന്നത് ഒരു ഇൻക്ലൈൻഡ്, അതായത് ചെരിഞ്ഞ ടീത്തുകളായിരിക്കും. ഹൈ ലോഡ് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഗിയറാണ് ഹെലിക്കൽ ഗിയർ. സ്പർ ഗിയറിനെ അപേക്ഷിച്ച് ഹെലിക്കൽ ഗിയറിൻ്റെ മൂവ്മെൻറ്റ് സ്മൂത്ത് ആയിരിക്കും. ഹൈ സ്പീഡ് ഗിയേഴ്സ് ആയിട്ടാണ് ഹെലിക്കൽ ഗിയറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഗിയർ ബോക്സിൽ ഹെലിക്കൽ ഗിയർ നമുക്ക് കാണാം. 3ാമത്തെ ടൈപ്പാണ് റാക്ക് ആൻഡ് പിനിയൻ. ഫിഗർ നോക്കാം. ഇതിനകത്തൊരു റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. സർക്കിൾ ഷേപ്പുള്ളതാണ് പിനിയൻ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബാർ ഷേപ്പാണ് റാക്ക്. പിനിയനിൽ റൊട്ടേറ്ററി മോഷനാണ്, റാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള, അതായത് ലീനിയർ ആയിട്ടുള്ളൊരു മോഷനായിരിക്കും. സോ അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആവും, റൊട്ടേറ്ററി മോഷനെ ലീനിയർ മോഷനാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒന്നാണ് റാക്ക് ആൻഡ് പിനിയൻ. അടുത്താണ് ബെവൽ ഗിയർ. ബെവൽ ഗിയേഴ്സിൻ്റെ ഷാഫ്റ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർസെക്റ്റിംഗ് ടൈപ്പാണ്, കൂട്ടിമുട്ടുന്നതാണ്. ഒരു പെർട്ടിക്കുലർ ആംഗിളിലായിരിക്കും ഈ 2 ഷാഫ്റ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഏത് ആംഗിളിൽ വേണമെങ്കിൽ നമുക്കിതിനെ കൺസ്ട്രക്ട് ചെയ്യാം. കോമണായും 90 ഡിഗ്രിയിലാണ് ഉണ്ടായിരിക്കുക. ഫിഗറിൽ 2 ടൈപ്പ് ബെവൽ ഗിയേഴ്സ് കാണിച്ചിട്ടുണ്ട്. 1ാമത്തെ ഫിഗറിൽ കാണിക്കുന്ന ബെവൽ ഗിയറിൻ്റെ ടീത്ത് സ്ട്രെയിറ്റ് ആണ്. 2ാമത്തെ ഫിഗറിലെ ബെവൽ ഗിയറിൻ്റെ ടീത്ത് സ്പൈറൽ ഷേപ്പാണ്. ഈ ബെവൽ ഗിയേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ടീത്തിൻ്റെ ഭാഗം ഒരു ട്രങ്കേറ്റഡ് കോൺ അല്ലെങ്കിൽ ഫ്രസ്റ്റം ഓഫ് കോൺ ഷേപ്പാണ്. ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോണല്ല, കോണിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷേപ്പായിരിക്കും ബെവൽ ഗിയറിൻ്റെ ടീത്തിൻ്റെ ഭാഗം. ഇതിൻ്റെ പ്രധാന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനിൽ നമുക്ക് ബെവൽ ഗിയർ കാണാവുന്നതാണ്. ലാസ്റ്റ് വണ്ണാണ് വോം ആൻഡ് വോം ഗിയർ. ഇതിനകത്ത് ഷാഫ്റ്റുകൾ നോൺ ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് നോൺ പാരലൽ ടൈപ്പാണ്. ഈ 2 ഷാഫ്റ്റുകൾ 90 ഡിഗ്രിയിലാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു ഗിയറിൽ സ്ക്രൂ ത്രെഡ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ക്രൂ ത്രെഡ്സ് ഉള്ളതുകൊണ്ട് ഇത് വൈബ്രേഷൻ ഫ്രീ ആണ് എന്ന് പറയാം.
മില്ലിംഗ് മെഷീനിലെ ഇൻഡെക്സിംഗ് മെക്കാനിസത്തിന് ഉപയോഗിക്കുന്ന ഗിയറാണ് വേം ആൻഡ് വേം ഗിയർ. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള 5 ടൈപ്പ് ഗിയേഴ്സ്. Hope it is clear. Thank you.